ഭാരതം സ്വതന്ത്രമായി മുന്നോട്ട് കുതിക്കുമ്പോഴും തമിഴ്നാട്ടിലെ ഉത്തപുരത്ത് കെട്ടിയുയർത്തിയ അയിത്തമതിലിന് പിന്നിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട ദളിതന്റെ ജീവിതം വിറങ്ങലിച്ചു നിൽക്കുന്നു. ഈ പരമാർത്ഥങ്ങളുടെ നേർക്കാഴ്ച ദർപ്പണമായി മക്കൾക്കൂട്ടം നാടകം. TV കൊച്ചുബാബയുടെ പെരിങ്കിളിയാട്ടം എന്ന നോവലിന്റെയും ഓംപ്രകാശ് വാൽച്ചിറ്റിയുടെ എച്ചിൽ എന്ന ആത്മകഥയുടെയും ബെള്ളു എന്ന ചക്കിലിയ മൂപ്പന്റെ ജീവിതാനുഭവങ്ങളാണ് നാടകത്തിൽ ഉയർത്തിക്കാട്ടിയത്. നാടകകൃത്തായ സുരേഷ് ബാബു നാടകത്തിന്റെ പ്രമേയം കണ്ടെത്തി. തോട്ടിപ്പണിയും ചെരുപ്പുകുത്തലും കുലത്തൊഴിലായ ദളിതരിൽ പിന്നോക്കക്കാരായ ചക്കിലിയന്മാർ സവർണരിൽ നിന്ന് നേരിടുന്ന പീഡനവും അതിജീവനവുമാണ് നാടകത്തിന്റെ ഇതിവൃത്തം. കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ മണ്ണാമ്പതി ഭൗതിക പശ്ചാത്തലമായ നാടകത്തിൽ പരശു എന്ന ധിക്കാരിയായ ചക്കിലിയനിലൂടെയും ലക്ഷ്മി എന്ന ചക്കിലിയ പെണ്ണിലൂടെയും സംവിധായകൻ വരച്ചു കാട്ടുന്നത് ദളിതന്റെ അനിവാര്യമായ ഉയർപ്പ് തന്നെയാണ്. അവൻ ജന്മത്തിൽ കളങ്കമില്ലാതാൽ നമ്മളായി സതിക്ക മാട്ടേ. ലക്ഷ്മി കുളന്റെ സീക്രം ഒരുക്കുക. ഗോത്രശിലാചിഹ്നങ്ങളും ഗുഹാചിത്രങ്ങളും വാമൊഴി ഭാഷകളും അനുഷ്ഠാനങ്ങളും സമത്വത്തിന്റെ നിഴൽ ചിത്രങ്ങളും നാടൻപാട്ട് സംസ്കാരവുമൊക്കെ നാടകത്തിന് പുതിയ രൂപം നൽകുന്നു. നാടകത്തിനു വേണ്ടി മാത്രം നാടകം സൃഷ്ടിക്കപ്പെടുന്ന പുതിയ കാലത്ത് ദളിതന്റെ ജീവിത പ്രമേയവുമായി എത്തിയ പ്രകാശ് കലാകേന്ദ്രം ഏറെ ശ്രദ്ധേയമായി. ഫെസ്റ്റിവലിലെ ഉത്സവത്തിമിർപ്പിനിടയിലും ചക്കിലിയന്മാരുടെ ജീവിത നൊമ്പരങ്ങൾ സദസ്സിന്റെ നോവാക്കി മാറ്റാൻ കഴിഞ്ഞു. നാടകത്തിൽ പൂർണ്ണമായി ഉപയോഗിച്ച കളർ ഫിൽട്ടറിങ്ങും ലളിതമായ രംഗസജ്ജീകരണങ്ങളും അഭിനയ വഴിയിൽ തനതായ മുഖമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു. PJ ഉണ്ണികൃഷ്ണൻ, രാജേഷ് ശർമ്മ, സ്നേഹ തുടങ്ങിയ അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും വേറിട്ടതായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.